മണ്ണിടിഞ്ഞതിനെ തുടർന്ന് താമരശ്ശേരി ചുരം താൽക്കാലികമായി അടച്ചു. മറ്റിടങ്ങളിലും മണ്ണിടിച്ചിലുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 9-ാം വളവിന് സമീപം ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് വലിയ പാറക്കല്ലുകളും മണ്ണും മറ്റും റോഡിലേക്ക് പതിച്ചത്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇപ്പോൾ റോഡ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും അനഘ, ഇപ്പോൾ താൽക്കാലികമായി ഈ ഒരു പാത മുഴുവനായും അടച്ചിട്ടുണ്ട്. വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. സ്വാഭാവികമായിട്ടും ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല പാറക്കഷ്ണങ്ങൾ വീഴുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇനി ആ ചുരം തുറന്നു നൽകുക. ഇന്നലെ ഏകദേശം 7 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ആ മണ്ണിടിഞ്ഞു വീഴുകയും മണ്ണിന്റെ കൂടെ തന്നെ ഈ പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒക്കെ പറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. തുടർന്ന് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള ശ്രമത്തിന് ശേഷമാണ് പിന്നീട് ഇവിടെ നിന്ന് മണ്ണൊക്കെ മാറ്റുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. 2 മണ്ണ് മാന്തി യന്ത്രങ്ങൾ കൊണ്ടുവരികയും അതേ തുടർന്ന് പിന്നീട് കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ സ്ഥലത്തെ ഒരു വരിയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു. കുടുങ്ങിയ വാഹനങ്ങൾ മാത്രം ഇന്നലെ കടത്തിവിട്ടുകൊണ്ട് പിന്നീട് ഗതാഗതം മുഴുവനായി നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് വരികയുമായിരുന്നു. എന്നാൽ തന്നെയും ഇന്നും ഈ ഒരു വാഹനങ്ങൾ കടത്തിവിടുന്നില്ല, ഈ വഴിയിൽ കടത്തിവിടുന്നില്ല. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചെക്കിംഗ്, ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടാകും, കൃത്യമായ പരിശോധന ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. ഇപ്പോൾ പോകേണ്ട വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴി മാനന്തവാടിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഈ വയനാട്ടിലേക്ക് എത്തുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. KSRTC ബസ്സുകൾ, അതായത് ഈ വഴി പോകേണ്ട KSRTC ബസ്സുകളൊക്കെ ഇന്ന് കുറ്റ്യാടി ചുരം വഴി പോകും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അല്പസമയത്തിനകം തന്നെ ഈ ഇത്തരത്തിലുള്ള ഇവിടെ പരിശോധനകൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.